കൗൺസിലിംഗ് സെഷൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു 5 year old ഉള്ള ഒരു ബോയ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൂടെയാണ് ആ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നാണ് അമ്മയുടെ കംപ്ലൈൻറ്റ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു പോയ സമയത്ത് അവരുടെ ഉറക്കം, അതിൻ്റെ പാറ്റേൺ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആ കുട്ടി ഉറങ്ങുക എന്ന് പറയുന്നത് വായ തുറന്നു വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ആ വായ തുറന്നു വെച്ചിട്ട് ഉറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ രാത്രി പെട്ടെന്ന് ഞെട്ടി ഉണരും, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതേപോലെ കിടന്നുറങ്ങും. പിന്നെ ഞാൻ അങ്ങനെ ഡൗട്ട് തോന്നിയിട്ട് കുറച്ച് റിക്കറൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് അതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാനത് ഒരു എൻഡോസ്കോപ്പിക്ക് പറഞ്ഞയച്ചു. എൻഡോസ്കോപ്പി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതൊരു grade 3 അഡിനോയിഡ് ആയിരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ പ്രശ്നം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്കൂളിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ടീച്ചേഴ്സൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാത്രി ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന കുട്ടികളിൽ, അതായത് ഓക്സിജൻ ഇൻടേക്ക് കുറവായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികൾ പകൽ സമയത്ത് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആവാൻ സാധ്യത കൂടുതലാണ്. അതായത് അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഒപ്പം തന്നെ ലെസ് അറ്റൻറ്റീവ് ആയിരിക്കും, കോൺസെൻട്രേഷനൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഈ ഹൈപ്പർ ആക്റ്റീവ്നെസ്സിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്.